നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പെട്ടെന്നെന്താ ഇങ്ങനൊരു പൊട്ടിപ്പുറപ്പാട്? അല്ല, ഇപ്പൊ ഈ കേസ് എങ്ങനെയാ പൊങ്ങി വന്നത്? നമ്മള് ഷെയർ ഹോൾഡർമാരുടെ മീറ്റിംഗ് വിളിച്ചതും കമ്പനി പിടിച്ചെടുക്കാൻ നോക്കുന്നതെല്ലാം ഗിരിയേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. അതിനെതിരെയുള്ളൊരു തിരിച്ചു പേടിപ്പിക്കലായിട്ടാ പോലീസിന്റെ ഈ വരവ്. അല്ലാതെ അതിൽ വേറെ ഒരു കാര്യമില്ല. കാര്യമുണ്ട്. ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ച് എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയ ആ ഡയറി അത് എത്തേണ്ട കൈകളിൽ തന്നെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞു. അമ്മ എന്താ ഈ പറയുന്നത്? വേറൊന്നുമല്ല, നമ്മൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ആ ഡയറി കൃത്യമായി സുമിതയുടെ കൈകളിൽ തന്നെ എത്തി. അത് അവളുടെ കൈകളിൽ ആരെത്തിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഡോക്ടർ ഹാഷിം ഹുസൈന്റെ ഡയറി ഇപ്പൊ സുമിതയുടെ കൈകളില. അത് വലിയ ചതിയായി പോയില്ല ചേച്ചി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ ഡയറി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമേ, അല്ലെങ്കിൽ അപകടമാ. നടക്കുന്ന വല്ല കാര്യവും പറയണ്ട നിതീഷേ. ഇത്തവണ അവളത് അലസമായിട്ട് ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഗിരിയുടെ കസ്റ്റഡിയിൽ ഏതെങ്കിലും സേഫ് ലോക്കറിലായിരിക്കും. അതുകൊണ്ട് ഡയറി വീണ്ടെടുക്കുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? ഒരു നല്ല വക്കീലിനെ കാണണം. എന്നിട്ട് കേസിന്റെ കാര്യങ്ങൾ അയാളെ ഏൽപ്പിക്കണം. അതേതെങ്കിലും ആപ്പ ഉപ്പ വക്കീലൊന്നും പോരാ, മിടുക്കനായിരിക്കണം. ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതിയിലെ വക്കീലന്മാരായാലും കുഴപ്പമില്ല. ഈ കേസ് നമ്മൾ ജയിക്കണം. ജയിച്ചേ പറ്റൂ. ജയിലിൽ കിടന്ന് ജീവിതത്തിന്റെ ശിഷ്ടകാലം അഴിയെണ്ണി അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അനുരാധയും മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ തീയതി സഹിതം ഇതിൽ പറയുന്നുണ്ടല്ലോ. സ്ട്രോങ് എവിഡൻസ് ആണ്. ഒരു ടെൻഷനും വേണ്ട. അപ്പൊ കേസ് നമ്മൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ വക്കീലെ? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാശി ഇടപാടുകളും ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളും ഒക്കെ ശരിക്ക് സംഭവിച്ചത് തന്നെയാണെന്ന് തെളിയിച്ചാൽ കേസ് പുഷ്പം പോലെ വിജയിക്കും. പക്ഷെ അതിന് നമുക്ക് കഴിയണം. അതിനെന്താ വേണ്ടത്? ഈ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾ വെച്ച് ബാങ്കിൽ നിന്നും ആശുപത്രിയിൽ നിന്നുമുള്ള റെക്കോർഡ്സ് കളക്ട് ചെയ്യണം. അല്ല, ഇനിയിപ്പോ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട് ഹേയ്, അതിലൊന്നും കാര്യമില്ല. ഇതിനേക്കാൾ പഴയ സംഭവങ്ങൾ വരെ കാലങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ കാട്ടിൽ വെച്ച് പോലീസിന്റെ ഏറ്റുമുട്ടൽ മരിച്ച നക്സലൈറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നീട് ഒരു പോലീസുകാരന്റെ മൊഴിയുടെ ബലത്തിന് മാത്രം അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞില്ലേ? അതിന് ഉത്തരവാദികളെ പ്രതികളെ എല്ലാം കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അത് എത്ര കാലം കഴിഞ്ഞിട്ടാ? ഇത്രയും ശക്തമായ തെളിവുകളുള്ളപ്പോ നമ്മൾ എന്തിനു പേടിക്കണം? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.